മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് കണ്ണൂരിലെ ഗുണ്ടാ രാഷ്ട്രീയം, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം എന്നിവയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള നീക്കവുമായി ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉച്ചവരെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പരാമർശം നടത്തി ഗവർണർ. SFI പ്രതിഷേധത്തിനിടെ ഗവർണർ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, ഹൽവ വാങ്ങിക്കഴിക്കുന്നു എന്നിവയൊക്കെ ഒരു ഗവർണറുടെ റോഡ് ഷോ എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണോ? തീർച്ചയായും MS, കാരണം ഒരു ഗവർണർ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു കാഴ്ചകൾക്കാണ് ഇപ്പോൾ കോഴിക്കോടും ഒപ്പം തന്നെ കോഴിക്കോടിനടുത്ത മലപ്പുറം ജില്ലയും എല്ലാം തന്നെ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഗവർണർ യഥേഷ്ടം റോഡിലിറങ്ങി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. അതായത് പോലീസിന്റെ സുരക്ഷയെ ഉൾപ്പെടെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടി എന്ന് ആരോപിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഗവർണർ ഇപ്പോൾ മിഠായി തെരുവിലും ഒപ്പം മാനാഞ്ചിറയിലുമെല്ലാം ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മിഠായി തെരുവിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു ഗവർണർ ഇറങ്ങി നടക്കുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ. മാത്രമല്ല അദ്ദേഹം മാനാഞ്ചിറയിലേക്ക് എന്ന് പറഞ്ഞാണ് ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ കാടമം ഗസ്റ്റ് ഹൗസിൽ നിന്നും അല്പം മുൻപ് പുറത്തിറങ്ങുന്ന വേളയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളിൽ ഒപ്പം തന്നെ കൊലപാതക രാഷ്ട്രീയങ്ങളിലെല്ലാമുള്ള മുഖ്യമന്ത്രിയുടെ പങ്ക് നിങ്ങൾക്കറിയാമോ, മുഖ്യമന്ത്രിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ എന്നാണ് ഗവർണർ ചോദിച്ചത്. അതെ റിയാസ്, ആ ചോദ്യം തന്നെ നമ്മൾക്കൊന്ന് കേൾക്കാം. That police is not being allowed to discharge their duties. You remove the police from here, and I assure you, the first person who will give instructions to SFI not to come near me will be Chief Minister, because he knows the consequences. I am going to the city, and I have told the police I don't need any security. റിയാസ്, ബാക്കി പറഞ്ഞോളൂ. അതായത് പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഗവർണർ ഉന്നയിച്ചത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുകയാണ് എന്നാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഗവർണർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. മാത്രമല്ല, കേരളത്തിലെ പോലീസ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസാണെന്ന് പറഞ്ഞ ഗവർണർ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അത്തരത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയാണ് ഗവർണർ ഇപ്പോൾ മാനാഞ്ചിറയിലേക്കും മിഠായി തെരുവിലേക്കും പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, 3:30 ഈ ഒരു സെമിനാർ നടക്കുന്നത്. ഈ സെമിനാറിൽ പ്രത്യേകിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അടക്കമുള്ളവർ സംബന്ധിക്കേണ്ടതാണ്. അതേസമയം ഇന്നലെ ഗവർണറുടെ രൂക്ഷ വിമർശനത്തിന് ഇരയായ VC ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ഒരു സംശയകരമായ സാഹചര്യമാണ് എന്ന ഏറ്റവും വലിയ ബ്രേക്കിംഗ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് അനിശ്ചിതത്വമാണ്. കാരണം ഗവർണറുടെ ചാൻസലറുടെ വിമർശനത്തിന് പാത്രമായ VC ഇന്നത്തെ സെമിനാറിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ഒരു ബിഗ് ബ്രേക്കിംഗ് ആയി തന്നെ നൽകാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം എത്തില്ല എന്നുള്ള സൂചനകളെല്ലാം ഈ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം എത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. എത്താൻ സാധ്യത ഉണ്ട് എന്നും ഇല്ല എന്നുമാണ് ഈ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. എത്താനും എത്താതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു കൃത്യതയുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആവുമോ? അതായത് അങ്ങനെ പ്രധാനമായും ഈ VCയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണമായി ഇത് പറയുന്നത്, ഇന്നലെ ഗവർണറുടെ പക്കൽ നിന്നും VCക്ക് വലിയ ഒരു രോഷം തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു, ഒരു ശാസന ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് വരാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് പറയുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് 3:30 വരെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും, അതിൽ വ്യക്തത കൈവരുത്താൻ വേണ്ടി. അത് അത്രയും നേരം കാത്തിരിക്കുക തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നിവൃത്തിയുള്ളത്. കാരണം ഒരുപക്ഷെ ചാൻസലറെ ധിക്കരിച്ചുകൊണ്ട് VC വരാതിരുന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തുടർ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം ഇന്ന് ഈ 3 ദിവസങ്ങളിൽ ഗവർണർ ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന 3 ദിവസങ്ങളിൽ ഗവർണർക്ക് നേരിടേണ്ടി വന്ന പ്രതിഷേധത്തിന്റെ പേരിലാണ് ഗവർണർ ഇന്നലെ VC ഡോക്ടർ MK ജയരാജിനെ വിളിച്ച് വരുത്തി വലിയൊരു
പ്രതിഷേധം അറിയിച്ചത്, തന്റെ രോഷം അറിയിച്ചത്. അതിൽ VC-ക്ക് മനോവിഷമം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ VC-ക്ക് നേരെ നടപടി വരാനുള്ള ഒരു സാധ്യതയും ഇന്നലെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനായി ഈ വിഷയത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് രാജ്ഭവൻ നേരിട്ടുള്ള അന്വേഷണവും നടത്തി വരുന്നുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. MS. ശരി റിയാസ്. പ്രതിഷേധക്കാർക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.